അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്, നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നില്ല. എല്ലാവരും സൃഷ്ടാവിനെ കാണുന്നപ്പോഴാണ് എല്ലാവർക്കും സൃഷ്ടാവ് മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ കണ്ടെത്തുന്നതും ആ സൃഷ്ടാവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതും. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ബൈബിളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഖുറാനിൽ നിന്നുള്ള തെളിവുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സഹോദരന്മാരും കാണുക. പിന്നെ ഞാൻ ഇപ്പോൾ ഖുറാനിൽ നിന്നാണ് തുടങ്ങുന്നത്. അധ്യായം 56 സൂറ അൽ വാക്കിയയിൽ 83, 84, 85 പറയുന്നത്, എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പിടിച്ചു നിർത്താൻ കഴിയാത്തത്? നിങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ, പക്ഷെ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ജീവൻ മടക്കിയെടുക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ചോദിക്കണേ. നിങ്ങൾ അന്നേരം നോക്കിയിരിക്കുകയാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ആ ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന്. അതൊരു മനുഷ്യൻക്കും സാധിക്കാൻ കഴിയില്ല ജീവനെ പിടിച്ചു നിർത്താന്. ഒരു പക്ഷെ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നതിൽ കൂടെ ആ ജീവൻ കളയാൻ ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ പോലും ഒരു ജീവനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത് ദൈവം തന്നെ വിചാരിക്കണം. കാരണം ഒരു മനുഷ്യനും അത് സാധിക്കില്ല. കാരണം ഇന്ന് വരെ എന്താ പറയാ, ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയോ ജീവിയോ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? കാരണം മരിച്ചു പോയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ടൈമിംഗ് ആയ അത് മനുഷ്യന് പോകും. ഇനി സൂറ അൽ കിയാമത്തില് 75-ാമത്തെ അധ്യായമായ കിയാമത്തില് 26, 29 പറയുന്നു, പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രിക്കാൻ ആരുണ്ടെന്ന് പറയപ്പെടുകയും അത് തൻ്റെ വേർപാടാണെന്ന് അവൻ വിചാരിക്കുകയും കണങ്കാലുമായി കൂട്ടിയിണക്കപ്പെടുകയും ചെയ്താൽ അന്ന് നിന്റെ രക്ഷിതാവിലേക്കായിരിക്കും തെളിയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ സൃഷ്ടാവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഖുറാനിൽ നിന്ന് നമുക്ക് തെളിവിട്ടി. ഇനി ഇയ്യോബ് 32:8 അഥവാ ബൈബിളിൽ നിന്ന്, എന്നാൽ മനുഷ്യനിൽ ഒരു ആത്മാവുണ്ട്, സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യന് വിവേകം നൽകുന്നത്. ഉൽപ്പത്തി 2:7 ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സഭാപ്രസംഗിയില് 12:7 പറയുന്നുണ്ട്, പൂഴി അത് വന്ന മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും മടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ബൈബിളിലും അതിനുള്ള തെളിവ് വന്നു. കാരണം സൃഷ്ടാവിലേക്ക് തന്നെയാണ് ആ ആത്മാവ് മടങ്ങുന്നത്, അല്ലെങ്കിൽ സൃഷ്ടാവിലേക്കാണ് ആത്മാവിനെ കൊണ്ടുപോകുന്നത് എന്ന്. ഇനി നമുക്ക് ഭഗവത്ഗീത എന്നാണ് പറയാനുള്ളത്. അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗ വാക്യം 5, മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുന്നതിൽ സംശയമില്ല. അധ്യായം 9 രാജവിദ്യാരാജ ഗുഹയോഗ വാക്യം 34, എന്നിൽ മനസ്സ് വെച്ച് എന്നിൽ ഭക്തിയോടുകൂടി എന്നെ തന്നെ പൂജിച്ച് എന്നെ നമസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെ എന്നെ തന്നെ വിചാരിച്ചുകൊണ്ട് മനസ്സ് എന്നിൽ ഉറപ്പിക്കുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും. അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗ വാക്യം 7 പറയുന്നുണ്ട്, അതുകൊണ്ട് ഏത് കാലത്തും എന്നെ സ്മരിക്കുകയും എന്നെ മനസ്സും ബുദ്ധിയും അർപ്പിച്ച് നീ എന്നെ തന്നെ നിശംശയമായും പ്രാപിക്കും. അപ്പൊ ഇവിടെ ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും പറയുന്നത് എന്താ? മരണസമയത്ത് നിങ്ങൾ എന്നിലേക്ക് തന്നെയാണ് വരുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നിലേക്കാണെന്നാണ് ഇവിടെ സൃഷ്ടാവ് പറയുന്നത്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം പുനർജന്മം ഇല്ല എന്നൊരു കണ്ടു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിക്ക് ഭയങ്കര ഒരു ഫീലിങ്. കാരണം ഈ ഞാൻ മനസ്സിലാക്കി വെച്ച, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ 3 ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും പൂർണ്ണമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്ന ആ രീതിയിലാണ് മനുഷ്യന്റെ ഘടന സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ സൃഷ്ടാവിന്റെ ആ ഒരു ഘടന, അല്ലെങ്കിൽ ആ ഒരു അംശം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ബൈബിള്, ഖുറാന്, ഭഗവത്ഗീത വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൃഷ്ടാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഒരേപോലെ ഒരു തെറ്റില്ലാതെ 3 ഗ്രന്ഥം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പുനർജന്മം ഇല്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് അതിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മറ്റൊന്ന് അധ്യായം 11 വിശ്വരൂപദർശന യോഗ വാക്യം 7, ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയെയും
എൻ്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് നീ കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ സൃഷ്ടാവ്. അപ്പോൾ അത് രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അതിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മരണശേഷം തീർച്ചയായിട്ടും നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യും, അത് നമ്മൾ കാണുകയും ചെയ്യും. ഇനി അധ്യായം 9 രാജവിദ്യാരാജ ഗുഹ്യയോഗ വാക്യം 4 പറയുന്നത്, അവ്യക്ത സ്വരൂപനായ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവ്വചരാചരങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല എന്ന്. ഇനി നമുക്ക് പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ സൃഷ്ടാവിൻ്റെ പ്രകാശത്തെ പറ്റിയിട്ട് 3 ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്, നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രകാശത്തെ പറ്റിയിട്ട് നമ്മൾ 3 ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രകാശം നമ്മൾ മരണത്തിന് ശേഷം കണ്ടുമുട്ടുകയും ചെയ്യും. അത് ഏതൊരു മനുഷ്യനും ഒരു പക്ഷേ നല്ല രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ചീത്ത രീതിയിലായിരിക്കും അവിടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 18. പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്ന് പറയുന്നു. എല്ലാവരുടെയും ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞു സൃഷ്ടാവിൻ്റെ അംശങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് മനുഷ്യൻ്റെ ഘടന എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിൻ്റെ ആ ഒരു രീതിയിലാണ് മനുഷ്യൻ്റെ ബ്രെയിൻ സൃഷ്ടിച്ചത്. നമ്മൾ മുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ മനുഷ്യൻ്റെ തലയെ ഉപമിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാവാൻ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 2 അംശങ്ങളെ പറ്റിയിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഒന്ന് പ്രകാശമാണ്, ഒന്ന് ഹൃദയത്തിൽ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രകാശത്തെ പറ്റിയിട്ട് വെളിപ്പാടിൽ പറയുന്നത്, ബൈബിളിൽ 22:5 പറയുന്നത്, ഇനി രാത്രി ഉണ്ടായിരിക്കില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്ന്. അപ്പോൾ നാളത്തെ സ്വർഗത്തിലെ പ്രകാശമാണ് അവരെ സൃഷ്ടാവ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രകാശത്തെ തീർച്ചയായിട്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. ഇനി ബൈബിളിൽ കൊറിന്ത്യൻ 1:36 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ. അപ്പോൾ സൃഷ്ടാവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ ഹൃദയത്തിൽ സൃഷ്ടാവിന്റെ മറ്റൊരു അംശം ഉണ്ട്. അപ്പൊ അത് ബൈബിളിലും പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇനി നമ്മൾ സൂറ അൽ-നൂർ 34 പറയുന്നത്, ഖുർആനില് അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. സൂറ ഹൂദ് 5 പറയുന്നുണ്ട്, അവൻ തങ്ങളുടെ വസ്ത്രങ്ങൾ പുതച്ചു മൂടുമ്പോഴും അവൻ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. തീർച്ചയായും അവൻ നെഞ്ചിലുള്ളത് അറിയുന്നു. ഇതിന് സൂറ അൽ മുൽക്ക് 13 പറയുന്നുണ്ട്, ഫാത്തിർ 38 പറയുന്നുണ്ട്. അപ്പോൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ഹൃദയം സൃഷ്ടാവുമായി കണക്റ്റഡ് ആണ്. ഒന്ന് സൃഷ്ടാവിൻ്റെ ഒരു അംശം ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന ആ പ്രകാശത്തെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അത് ഖുറാനും പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്, ഭഗവത്ഗീതയും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പുനർജന്മം ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രകാശം നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട്. കാരണം മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചത് പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോ നിങ്ങൾ കാണുക. അസ്സലാമു അലൈക്കും.